നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃപ്രയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ കുട്ടിക്കലാശം കുറിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയോടെയാണ് കലാശക്കൊട്ട് പരിസമാപ്തിയിലെത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ ആവേശം വിതറുന്ന കലാശക്കൊട്ടുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗീതാ ഗോപി നയിച്ച കലാശക്കൊട്ട് പ്രവർത്തകരിൽ ആവേശം വിതറി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃപ്രയാറിൽ NDA മുന്നണിയുടെ കലാശക്കൊട്ട്. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ നയിച്ച കലാശക്കൊട്ട് പ്രവർത്തകരിൽ അത്യന്തം ആവേശം സൃഷ്ടിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ കുട്ടിക്കലാശം കുറിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയോടെയാണ് കലാശക്കൊട്ട് പരിസമാപ്തിയിലെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണം സമാപിക്കുന്ന ചൊവ്വാഴ്ച ഉച്ചയോടെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായി. പെരുമ്പിളിശ്ശേരി സെന്ററിൽ നിന്ന് തുറന്ന വാഹനത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. വാഹനങ്ങളിലും മറ്റുമായി നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നാട്ടിക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ മുന്നോട്ടുപോയി. റോഡ് ഷോ വൈകിട്ട് 3:30 തൃപ്രയാർ സെന്ററിലെത്തുമ്പോൾ UDF പ്രവർത്തകർ ആവേശത്തോടെ വരവേറ്റു. തുടർന്ന് റോഡ് ഷോ കലാശക്കൊട്ടിലേക്ക് വഴിമാറി. നൂറുകണക്കിന് UDF പ്രവർത്തകർ സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന് അഭിവാദ്യം നൽകി. പ്രവർത്തകർക്ക് ആവേശം നൽകിയ നേതാക്കളും. വാദ്യമേളങ്ങളുടെ അകമ്പടി മുഴക്കിയ കലാശക്കൊട്ടിൽ പാർട്ടി പതാകകൾ വീശിയ പ്രവർത്തകർ കലാശക്കൊട്ടിലെ ആവേശ കാഴ്ചയായി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ ആവേശം വിതറുന്ന കലാശക്കൊട്ടുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗീതാ ഗോപി നയിച്ച കലാശക്കൊട്ട് പ്രവർത്തകരിൽ ആവേശം വിതറി. പൊതുപ്രചരണം സമാപിക്കും മുൻപേ നൂറുകണക്കിന് പ്രവർത്തകരാണ് ക്ഷേത്രനഗരിയായ തൃപ്രയാറിൽ തടിച്ചുകൂടിയത്. പാർട്ടി പതാകകളാൽ അലങ്കരിച്ച തുറന്ന വാഹനത്തിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കൊപ്പം പ്രമുഖ നേതാക്കളും. ഇടതുമുന്നണിക്ക് അഭിവാദ്യം അർപ്പിച്ചുള്ള മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ കലാശക്കൊട്ടിൽ ആവേശമുയർത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു നിരയാണ് LDFന്റെ കലാശക്കൊട്ടിനായി അണിനിരന്നത്. നാസിക് ഡോളും മറ്റ് വാദ്യമേളങ്ങളുടെയും കാതടിപ്പിക്കുന്ന സംഗീതാരവത്തിനൊപ്പം പ്രവർത്തകരും പങ്കാളികളായി. ദേശീയപാതയിലും ക്ഷേത്രം റോഡിലെയും കെട്ടിടങ്ങളിലും സ്ഥാനം പിടിച്ച പ്രവർത്തകരും കലാശക്കൊട്ടിൽ ആവേശം നിറച്ച കാഴ്ചയായി. നൂറുകണക്കിന് LDF പ്രവർത്തകരാണ് തൃപ്രയാറിൽ നടന്ന LDFന്റെ കലാശക്കൊട്ടിന്റെ ഭാഗമായത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃപ്രയാറിൽ NDA മുന്നണിയുടെ കലാശക്കൊട്ട്. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ നയിച്ച കലാശക്കൊട്ട് പ്രവർത്തകരിൽ അത്യന്തം ആവേശം സൃഷ്ടിച്ചു.
പരസ്യപ്രചാരണം സമാപിക്കുന്ന ചൊവ്വാഴ്ച അക്ഷരാർത്ഥത്തിൽ തൃപ്രയാറിനെ ഇളക്കി മറിക്കുന്നതായി NDAയുടെ കലാശക്കൊട്ട്. വൈകിട്ട് 3:30 നാട്ടിക BJP ഓഫീസിൽ നിന്ന് റോഡ് ഷോയോടെ തുടക്കമായി. പാർട്ടി പതാകകൾ ഉയർത്തിയ തുറന്ന വാഹനത്തിൽ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ആവേശകരമായ മുദ്രാവാക്യം വിളികളുമായി NDA പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു കൂട്ടം പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായ കലാശക്കൊട്ടിനായി അണിചേർന്നു. വാദ്യമേളങ്ങളുടെ പ്രകമ്പനത്തിന്റെ അകമ്പടിയാൽ നടന്ന കുട്ടിക്കലാശം ക്ഷേത്രനഗരിയായ തൃപ്രയാറിനെ ആവേശമലതല്ലുന്ന കാഴ്ചയാക്കി മാറ്റി. NDA സ്ഥാനാർത്ഥി CC മുകുന്ദനൊപ്പം NDA നേതാക്കളും കലാശക്കൊട്ടിൽ പ്രവർത്തകരിൽ ആവേശം പകർന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസം പേറുന്ന മുദ്രാവാക്യം വിളികളുമായി NDA പ്രവർത്തകർ കലാശക്കൊട്ടിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി ആരവമുയർത്തി. മുൻ MLA CC മുകുന്ദന്റെ മുൻ ഓഫീസ് അസിസ്റ്റന്റ് അസർ മജീദ് അറസ്റ്റിൽ. LDF സ്ഥാനാർത്ഥി ഗീത ഗോപിക്കെതിരെ ജാതീയ അധിക്ഷേപം നടത്തിയതായ പരാതിയിലാണ് അറസ്റ്റ്. അറസ്റ്റിനെതിരെ കുത്തിയിരിപ്പ് സമരവുമായി NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. ഇയാളുടെ ഫോണിൽ നിന്ന് വാട്സ്ആപ്പ് സന്ദേശം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. SC/ST വകുപ്പ് കൂടി ഉൾപ്പെടുന്നതാണ് കേസ്. ഇന്ന് ഉച്ചയോടെ ഇരിങ്ങാലക്കുടയിലെ റൂറൽ SP ഓഫീസിൽ തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടക്കുന്നുവെന്ന പരാതി നൽകാൻ എത്തിയപ്പോഴായിരുന്നു അസ്ഹർ മജീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കൊടുങ്ങല്ലൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. അസ്ഹർ മജീദിനെ കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം അസ്ഹർ മജീദിനെതിരെ കള്ളക്കേസെടുത്തു എന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ CC മുകുന്ദൻ പ്രതിഷേധം നടത്തി. അറസ്റ്റ് അന്യായമാണെന്നും ഗീതാ ഗോപിക്കെതിരെ അസ്ഹർ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും CC മുകുന്ദൻ പറഞ്ഞു. അവിടെ മനഃപൂർവ്വം പരാതി സ്വീകരിക്കാതെ ചില പരിപാടികൾ സൂത്രത്തിൽ പരിപാടി തയ്യാറാക്കി ആ ചെക്കനെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. അതിലാണ് പ്രതിഷേധിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതുള്ളത്? ആരുടെ നിർദ്ദേശമാണ് നടപ്പാക്കുന്നത്? ആരുടെ നിർദ്ദേശമാണ് അവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം? അതുപോലെ തന്നെ എൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും യൂട്യൂബ് നോക്കിയാൽ കാണാം. എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും വളരെ മോശമായി. ഞാൻ ഒരു ഹരിജനായിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഒരു SC/ST എൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ അയച്ചിട്ടുണ്ട്. അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാതെ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുമ്പ് നിയമസഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് പാർട്ടി വെച്ച PA എന്താ ഒളിവിൽ നടക്കാൻ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കേസ് ചാർജ് ചെയ്യാൻ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ചിലരെ മാത്രം സംരക്ഷിക്കുക, അതുപോലെ എതിർക്കുന്നവരെ മുഴുവൻ ജയിലിൽ കൊണ്ടിടുക എന്നൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മുടെ കേരളത്തിൽ അതുപോലെ ഈ പ്രസ്ഥാനമുള്ള കാലത്ത് അവരെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു പ്രതിഷേധമാണ് ഞാൻ പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയം കിടക്കുന്നു. ഇനിയും ഞങ്ങളുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ആൾ കൂടി ഇരിക്കുന്ന കാരണം, DYSP ഇരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ വോട്ടർമാരെ അടക്കം ഇവിടെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ ഇട്ടാൽ പിന്നെ വോട്ട് ചെയ്യാൻ ആളില്ലല്ലോ. അപ്പോൾ പേടി, ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് പേടി കടന്നിരിക്കുക. അപ്പോൾ പ്രതിപക്ഷം എന്ന് വെച്ചാൽ LDFൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ പേടി കടന്നിരിക്കുക നാട്ടിക മണ്ഡലത്തിൽ. ഇനി അവർ ഒരു നിലയ്ക്കും ജയിക്കാൻ സാധ്യത കുറഞ്ഞിരിക്കുന്നു. ഇതിനിടെ പോലീസ് അസ്ഹറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ CC മുകുന്ദനും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മുകുന്ദനൊപ്പം നിന്നതിനാണ് തന്നെ കുടുക്കിയതെന്ന് അസ്ഹർ മജീദ് പറഞ്ഞു. മൊബൈലിൽ ഒരു തെറ്റുണ്ട. ഞങ്ങൾ ബഹുമാനമല്ല. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോ കുഴപ്പമില്ല, സംസാരിക്കട്ടെ. നിങ്ങൾ വെള്ളം പിടിക്കുന്നത് എന്താണ് മൊബൈലിൽ ചെയ്തവര്? നിങ്ങൾ മൊബൈലിൽ വല്ല കുഴപ്പമുണ്ടോ? ഇത് മൂന്നേട്ടനൊപ്പം നിന്നതിന് ആണ് ഇവരെന്നെ മൂന്നേട്ടനൊപ്പം നിന്നതിന് മാത്രം ഗീതാ ഗോപി കൊടുത്ത കള്ളക്കേസാണ്. യാതൊരു തെളിവില്ല. ഗീതാ ഗോപി കൊടുത്ത കള്ളക്കേസാണ്. മൂന്നേട്ടനൊപ്പം ഞാൻ നിന്നതിന് മാത്രം എന്നെ ടാർഗറ്റ് ചെയ്തത്. അതാണ് ഈ കുഴപ്പം. മൂന്നേട്ടനൊപ്പം രാഷ്ട്രീയ പ്രചരണത്തിന് നിന്നതിന് മാത്രം ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുക്കാൻ റൂറൽ സ്പീഡ് അവിടേക്ക് പോയത്. അവിടെ നിന്ന് എന്നെ പിടിച്ചിട്ടുണ്ടെന്നത്. എനിക്കെതിരെ ഒരുപാട് അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഗീതാ ഗോപി രാഷ്ട്രീയം കളിക്കുക. ഗീതാ ഗോപി കള്ളക്കേസ് കൊടുത്തത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPI-ക്കാരാണോ പിന്നില്? അതെ, CPI-ക്കാർ തന്നെയാണ്. ആരാണ് പരാതി നൽകിയേക്കുന്നത്? ഗീതാ ഗോപി ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യാതൊരു തെളിവില്ല. ഇന്ന് വരെ യാതൊരു തെളിവ് ഇവർ കാണിച്ചു തന്നിട്ടില്ല. മൂന്തേട്ടന്റെ ഒപ്പം ഞാൻ നിന്നതിന് എന്നെ രാഷ്ട്രീയമായിട്ട് ടാർഗറ്റ് ചെയ്തതാണ്.
LDF ചെയർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരുമ്പള്ളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി പ്രവർത്തകരിൽ ആവേശമുളവാക്കി. നിരവധി പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തത്. വീരനാട്യവും നാസിക് ഡോളും കായിക താരങ്ങളുടെ രൂപങ്ങളും തെരഞ്ഞെടുപ്പ് റാലിക്ക് ആവേശം പകർന്നു. റാലി വൈകിട്ടോടെ ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. 23ാമത്തെ വയസ്സിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി, പിന്നീട് ചെയർമാനായി പൊതുരംഗത്ത് നിറസാന്നിധ്യമായ ഗീതാഗോപി ഒരിക്കൽ കൂടി നമ്മളോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒരാശങ്കയും നമുക്കില്ല. ഇന്നലെ ഇവിടെ ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ ഞാനും അതിനും ഉൾപ്പെടെ കണ്ടതാണ്. ഒരുപാട് പണത്തിൻ്റെ കൊഴുപ്പ് നമ്മൾ നേരിട്ട് കാണാനിടയായി. കാരണം എല്ലാവർക്കും നല്ല കസവിൻ്റെ സാരിയും സുഖകരമായ ബിരിയാണി ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്നലെ ഇവിടെ ഒരു സമ്മേളനം നടന്നത്. ഇന്ന് നടക്കുന്ന സമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യക്ക് മാതൃകയായ എല്ലാ കാര്യങ്ങളും മാതൃകയായ കേരളം എന്ന ഈ കൊച്ചു പച്ചത്തുരുത്ത് ഇനി ഒരിക്കൽ കൂടി UDF BJP നമ്മുടെ മുമ്പിൽ കക്ഷിയല്ല, ഒരിക്കൽ കൂടി UDFന്റെ കരങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് കാലങ്ങളായി നമ്മുടെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാറി മാറി വന്ന സർക്കാരുകൾ നമ്മൾ കണ്ടു. പക്ഷേ ഓരോ മാറ്റവും നമുക്ക് വേദനകളാണ് സമ്മാനിച്ചത്. എന്നൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, അന്നൊക്കെ അതിന്റെ തൊട്ട് 5 വർഷക്കാലം നമ്മൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളും എന്താ പറയാ തകർന്ന തരിപ്പണമാകുന്നതാണ് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥി ഗീതാഗോപി CPI നാട്ടിക മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കൌൺസിൽ അംഗവുമായ KK ജോബി, KK അനിൽ, പോൾസൺ ജയകൃഷ്ണൻ, സന്തോഷ് കുമാർ, A ഉണ്ണികൃഷ്ണൻ, VM വിനോദ് എന്നിവർ സംസാരിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ ഒരു തുടർഭരണമാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ അരിവാൾ ധാന്യക്കെതിരിൽ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നാട്ടികയുടെ ഒരു തുടർ വികസനവും കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടരുന്നത് ആവശ്യമാണ് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഈ പൊതുയോഗങ്ങളിൽ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സത്യസന്ധവും നീതിപൂർണവുമായിട്ടുള്ള കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വികസനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ പിണറായി സർക്കാർ കേരളത്തിന്റെ ജനങ്ങളുടെ സമസ്ത മേഖലകളിൽ തൊട്ടറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷം 10 വർഷം കേരളം ഭരിച്ചു പിന്നിട്ടു. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാഗോപിയുടെ വിജയത്തിനായി പാർലത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും. LDF പാർലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് വേണിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നിരവധി LDF പ്രവർത്തകർ പങ്കെടുത്തു. റാലി കോടന്നൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പുണ്ട് ഈ 5-ൽ. അതേതായിരിക്കും? കേരളം. അതെന്താ കാര്യം? എന്തായിരിക്കും എൻ്റെ ഒരു കാര്യം? വികസനം. ആര് നടത്തിയ വികസനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസനം. ഈ സംസ്ഥാനത്തും മാത്രമാണ്, ഈ രാജ്യത്താകെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഇവിടെ മാത്രമാണ്, ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ഉള്ളത് എന്നുള്ളത് കൊണ്ടും രാജ്യത്തെവിടെ നമ്മുടെ മതേതരത്വത്തിനും നമ്മുടെ ജനാധിപത്യത്തിനും എതിരായി നമ്മുടെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് നമ്മൾ മനുഷ്യരുടെ അവകാശങ്ങൾക്കെതിരായി
ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ നമുക്ക് നൽകിയ നമ്മുടെ ഭരണഘടനയ്ക്കെതിരായി വർഗീയ ഫാസിസ്റ്റുകൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ ആക്രമണം നടത്തുന്നുവോ അപ്പോഴൊക്കെ അപ്പോൾ തന്നെ അതിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന, അതിനെ അപലപിക്കുന്ന, അതിനെതിരായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് കൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ വളരെ പ്രതീക്ഷയോടെ നോക്കുന്നത്. പിയ വോഗീസ് അധ്യക്ഷനായി. ഇന്നലെ KPCC അധ്യക്ഷൻ ശ്രീമാൻ സണ്ണി ജോസഫ് ഒരു തുണ്ടുകടലാസം കൊണ്ട് അദ്ദേഹം പറയേണ്ടായി, ഞങ്ങൾ 5,30,00,000 രൂപ പിരിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ലജ്ജാകരമായ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ, രാജ്യത്തിന്റെ ചരിത്രത്തിലില്ല. ആ കോൺഗ്രസിനെ പ്രതികരിക്കുന്ന, ഐക്യജനാധിപത്യ മുന്നണിയെ പ്രതികരിക്കുന്ന ഒരു വിദ്വാനാണ് ഇവിടെ മത്സരിക്കുന്ന ഒരു ലാലൂര്. മറ്റത്തെ ആളാരാ? വർഗീയത മാത്രം പറഞ്ഞ് ജനങ്ങളെ ഛിന്നഭിന്നമാക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ മഹോന്നതമായ ഉദാത്തമായ മതനിരപേക്ഷതയെ തകർക്കാൻ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സ്ഥിരീകരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു വർഗീയ ഛിദ്രശക്തികൾ, അതാണ് ഈ RSS, അതാണ് ഈ BJP, അതാണ് BJP നേതൃത്വം NDA. ആ NDA എന്ന് പറയുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ആ ചാണകക്കുഴിയിലേക്കാണ് നമ്മൾ ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചോരയും നീരും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന 5 വർഷക്കാലം ഇവിടെ MLA ആയി വിലസിച്ച വിദ്വാൻ. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി, LDF നേതാക്കളായ അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത, AS ദിനകരൻ, KP സന്ദീപ്, KK രാജേന്ദ്രബാബു, സെബി ജോസഫ് എന്നിവർ സംസാരിച്ചു. പാലക്കലിൽ പണിതീരാത്ത റോഡിനെതിരെ ഒപ്പുശേഖരണവുമായി വ്യാപാരികൾ. സംസ്ഥാന ഗതാഗത പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഒപ്പുശേഖരണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റാണ് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കാനായി ഒപ്പുശേഖരണം നടത്തിയത്. 2 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് 2022 ഫെബ്രുവരിയിൽ കൂർക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റോഡ് നിർമ്മാണം തുടങ്ങിയത്. വർഷങ്ങൾ പിന്നിട്ട റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. രാജ്യത്ത് ദേശീയപാതകൾ കോൺക്രീറ്റിലേക്ക് മാറുകയാണ്. എന്നാൽ കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡിൽ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആരോപണം. കണിമംഗലം മുതൽ പാലക്കൽ വരെയുള്ള 500 മീറ്റർ ഭാഗത്ത് ഏതുതരം നിർമ്മാണം നടത്തേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് കരാർ കമ്പനി. വരുന്ന കാലവർഷത്തിന് മുൻപേ പണികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രദേശത്തെ വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കും ദുരിതമാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷനായ യോഗത്തിലാണ് ഒപ്പുശേഖരണം ആരംഭിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജോജി ജേക്കബ്, ബെറ്റ്സ് എലുവത്തിങ്കൽ, ടീസൻ എന്നിവർ സംസാരിച്ചു. ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനൊരു സമരത്തിൽ പോകാൻ കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള, ഈ റോഡിന് കൊടുങ്ങല്ലൂർ മുതൽ കണിമംഗലം പാടം വരെ മാത്രമല്ല ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഓരോ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ ഈ അവസ്ഥ. ഇത് പൂർത്തിയാക്കാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. KSTP എന്ന കമ്പനി നടത്തുന്ന ഈ ഒരു അനീതിക്കെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഈ റോഡിലൂടെ മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ വന്ന് റോഡ് വളരെ മോശമായി നിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ അധികാരികളെ വിവരം അറിയിച്ചിരുന്നു. പക്ഷെ അവർ നമ്മുടെ ഭാഗത്ത് മാത്രം റോഡ് മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റോഡ് പണിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് നാട്ടുകാരും അതുപോലെ ഇവിടെ യാത്ര ചെയ്യുന്നവരും അതുപോലെ വ്യാപാരികളും എല്ലാവരും കൂടി ഒരു ഒപ്പുശേഖരണം നടത്തി അത് കളക്ടർക്ക് ഒരു നിവേദനമായി കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കും നേതാക്കൾക്കുമെതിരെ NDA മുന്നണിയും സ്ഥാനാർത്ഥിയും നടത്തുന്ന വ്യക്തിപരമായ വ്യാജ പ്രചരണങ്ങൾ പ്രതിരോധിക്കാൻ LDF തീരുമാനം. വ്യാജ പ്രചരണങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് LDF നേതാവ് VS സുനിൽകുമാർ. LDF നാട്ടിക മണ്ഡലം പ്രകടന പത്രിക പ്രകാശനം ചെയ്ത വാർത്താസമ്മേളനത്തിലായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രതികരണം. ഗീതാ ഗോപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് CC മുകുന്ദൻ MLAയുടെ മുൻ ഓഫീസ് അസിസ്റ്റന്റ് അസ്ഹർ മജീദിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ
ചെർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചെന്ന കേസും അസ്ഹർ മജീദിന്റെ പേരിലുള്ളതായി VS സുനിൽകുമാർ പറഞ്ഞു. ഗീതാ ഗോപിക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത് NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ അറിവോടെയാണ്. ഇക്കാര്യത്തിൽ CC മുകുന്ദന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ നല്ല നിലയിലുള്ള പരിഗണനയും സഹായവും ജോലിയും നൽകിയാണ് CC മുകുന്ദനെ സംരക്ഷിച്ചത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ മുഴുവൻ വായ്പാ കുടിശ്ശികയും പാർട്ടി അടച്ചു തീർത്തു. വീട് നിർമ്മിച്ചു നൽകാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും അതിനുള്ള ബാങ്ക് അക്കൌണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാൻ അനുവദിക്കണമെന്ന നിബന്ധന വെച്ചതിനാൽ നടക്കാതെ പോയി. ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന കള്ളപ്രചാരണങ്ങൾ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുമെന്നും ഇത്തവണയും ഭൂരിപക്ഷത്തോടെ ഗീതാ ഗോപി വിജയിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, AS ദിനകരൻ, KP സന്ദീപ്, KK ജോബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരായി ഒട്ടനവധി വളരെ ഹീനമായിട്ടുള്ള പ്രചരണങ്ങൾ, ഒരുപക്ഷെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർക്ക് കുടുംബപരമായും വ്യക്തിപരമായിട്ടും അവരെ വലിയ തോതിൽ അവരെ വിഷമിപ്പിച്ച നിരവധി ആരോപണങ്ങൾ അപ്പുറത്തുണ്ട്. അത് പ്രധാനമായിട്ട് NDAയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എന്നാൽ UDFന്റെ ഹാൻഡുകളിൽ നിന്നും അത് ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഇവിടുത്തെ നേതാക്കന്മാർ ഏകദേശം 14ഓളം പരാതികൾ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ കൊടുക്കുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചില അറസ്റ്റുകളൊക്കെ നടന്നു. അപ്പം അതിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണല്ലോ പോലീസ്, സർക്കാരിൻ്റെ കീഴിലല്ല പോലീസ്. ഇലക്ഷൻ കമ്മീഷനും പോലീസിനും വ്യക്തമായിട്ട് തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്ന് ഇടപെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് വെളിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിൽ BJP വളരെ ഗൗരവത്തോടുകൂടി കാണുന്നതാണ് എനിക്ക്. കാരണം ഇത് ഈ രീതിയിലേക്ക് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളും വ്യക്തിപരമായ താല്പര്യത്തിൻ്റെയും പേരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു പാർട്ടി ഏറ്റെടുക്കുന്നത് ശരിയാണോ എന്നുള്ളത് BJP ആലോചിക്കുന്നത്. LDF നാട്ടിക മണ്ഡലം തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കി. നാട്ടികയിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലായിരുന്നു മാനിഫെസ്റ്റോ പ്രകാശനം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ മാനിഫെസ്റ്റോ ഏറ്റുവാങ്ങി. അന്തിക്കാട്, താന്നിയം, ചാഴൂർ, പാറളം പഞ്ചായത്തുകളിലെ കോൾ നിലങ്ങളുടെ ഭൌതിക സാഹചര്യം വർദ്ധിപ്പിച്ച് നെല്ലുൽപാദന വർധനവിന് വഴിയൊരുക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ പറയുന്നു. കോൾ നിലങ്ങളെ മൺസൂൺ ടൂറിസം കേന്ദ്രങ്ങളാക്കി ഉയർത്തും. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന ചാഴൂർ, താന്നിയം, ചേർപ്പ്, അന്തിക്കാട്, പാറളം മേഖലകളിലെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പരിഹാരമാർഗമുണ്ടാക്കും. കനോലി കനാലിൽ നിന്ന് ജനുവരി മാസത്തിൽ പുളിവെള്ളം കോൾ നിലങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും കയറാതിരിക്കാൻ മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കും. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അറിയുന്നതിനും പൊതുജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും നൽകുന്നതിനുമായി മൊബൈൽ ആപ്പ് നിർമ്മിക്കും. മലയാളത്തിലെ ക്ലാസിക് ചലച്ചിത്രങ്ങളിലൊന്നായ ചെമ്മീൻ ചിത്രീകരിച്ച നാട്ടിക ബീച്ചിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കും. നാട്ടികയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കും. ഇവയടക്കം ഒട്ടേറെ ആശയങ്ങളാണ് മാനിഫെസ്റ്റോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നാട്ടിക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KP സന്ദീപ്, പ്രസിഡന്റ് AS ദിനകരൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, മണ്ഡലം ട്രഷറർ KK ജോബി എന്നിവരും പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രചരണം കത്തി നിൽക്കെ TN പ്രതാപനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കോൺഗ്രസ് നേതാവ്. മുൻ നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VA ഫിറോസ് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം നടത്തിയത്. MLA ആകും മുൻപ് TN പ്രതാപൻ തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിലും സഹോദരൻ TN ദിനേശൻ മണലൂർ സർവീസ് സഹകരണ ബാങ്കിലും പ്യൂണായിരുന്നതായി VA ഫിറോസ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് മണലൂരിലെ ബാങ്കിൽ നിന്ന് മോഷണം പോയിരുന്നു. ഇവ പ്രതാപന്റെ തറവാട് പറമ്പിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തതെന്ന് VA ഫിറോസ് ആരോപിച്ചു. സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ രണ്ടുപേരും ജയിലിലാകുമായിരുന്നു എന്ന ഗുരുതര ആരോപണവും ഫിറോസ് ഉയർത്തി. ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും VA ഫിറോസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മണലൂർ സർവീസ് സഹകരണ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപയും അത്രയ്ക്ക് നമ്മുടെ ഏതാണ്ട് സ്വർണ്ണാഭരണങ്ങളും ഒരു 10-200 പവനിൽ പവർ സ്വർണ്ണാഭരണങ്ങൾ അവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടു. രാത്രിയിലാണ്
ഒരു ഞായറാഴ്ച ദിവസം രാത്രിയാണ് അത് കൊള്ളയടിക്കപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടി. TN പ്രതാപന്റെ സഹോദരൻ TN ദിനേശ് ആയിരുന്നു പ്രതി. പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. സ്വർണവും പണവും അടങ്ങുന്ന ബാഗ് TN പ്രതാപന്റെ തറവാട്ട് വീട്ടിൽ നിന്നാണ് അന്ന് പിടിക്കപ്പെട്ടത്. ദിനേശിനെ കോടതി ശിക്ഷിച്ചത് പ്രകാരം അദ്ദേഹം ഒരുപാട് വർഷം ഇതിൻ്റെ പേര് ജയിലിൽ കിടന്നു. പക്ഷെ അന്ന് കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയം ഉണ്ടായിരുന്ന കാര്യം ഈ 2 പിയൂൺമാർ തമ്മിൽ. അന്ന് പ്രതാപന് പാർട്ടിയിൽ വലിയ പദവിയൊന്നുമില്ല. ഈ 2 പിയൂൺമാർ ചെന്ന് ആസൂത്രിതമായി നടത്തിയ കൊള്ളയായിരുന്നത്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. TN പ്രതാപനെതിരെ ഈ വിഷയത്തിലുള്ള നിയമ പോരാട്ടം, സത്യസന്ധമായ ഒരു അന്വേഷണം, പുനരന്വേഷണം നടക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിൽ പോവും ഞാൻ. അക്കാര്യത്തിലൊരു തർക്കം വേണ്ട. TN പ്രതാപനെതിരെ 250ഓളം വരുന്ന ആളുകൾ KPCC അന്വേഷണ കമ്മീഷന് മുമ്പിൽ വന്ന് ഹാജരായിട്ട് TN പ്രതാപൻ കോടികൾ മുടക്കിയാണ് BJPയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ആ പരാതി പറഞ്ഞ് 250 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതാപൻ ചോദിക്കും തെളിവ് എവിടെയാണ്? അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ആവേശമായി UDF റോഡ് ഷോ. ആവേശം അലതല്ലി കൊട്ടിക്കലാശം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമുയർത്തിയാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ റോഡ് ഷോ പര്യടനം ചൊവ്വാഴ്ച നടന്നത്. രാവിലെ ആമ്പല്ലൂരിലെ പാർട്ടി ഓഫീസിൽ നിന്ന് റോഡ് ഷോയ്ക്ക് തുടക്കമായി. 100 കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് നീങ്ങിയ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ആവേശകരമായി സ്വീകരണം നൽകി. വാദ്യമേളങ്ങൾ റോഡ് ഷോയ്ക്ക് അകമ്പടിയേകി. മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ പിന്നിട്ട റോഡ് ഷോയ്ക്ക് ശേഷം ആവേശകരമായ കൊട്ടിക്കലാശവും നടന്നു. വൈകിട്ട് 3 മണിയോടെ പുതുക്കാട് UDF സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊട്ടിക്കലാശത്തിന് തുടക്കമായി. മണ്ഡലത്തിലെ മുഴുവൻ UDF പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി അയ്യൻപടിയിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുട്ടമംഗലം അയ്യൻപടി സ്വദേശി കാവും കീഴിൽ വീട്ടിൽ അംബികയുടെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. തൊട്ടടുത്ത പറമ്പിലെ തെങ്ങാണ് ഒടിഞ്ഞു വീണത്. സംഭവ സമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃപ്രയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ കുട്ടിക്കലാശം കുറിച്ച UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ റോഡ് ഷോയോടെയാണ് കലാശക്കൊട്ട് പരിസമാപ്തിയിലെത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ ആവേശം വിതറുന്ന കലാശക്കൊട്ടുമായി LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി നയിച്ച കലാശക്കൊട്ട് പ്രവർത്തകരിൽ ആവേശം വിതറി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃപ്രയാറിൽ NDA മുന്നണിയുടെ കലാശക്കൊട്ട്. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ നയിച്ച കലാശക്കൊട്ട് പ്രവർത്തകരിൽ അത്യന്തം ആവേശം സൃഷ്ടിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.